അസ്സലാമലൈക്കും. അർവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പില്ലോ കവറ് കടയിൽ നിന്ന് വാങ്ങിക്കണം അതേ രൂപത്തിൽ എങ്ങനെയാണ് നമ്മൾ തയ്ച്ചുണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതൊരു തലേണ ഞാൻ അളവെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അളവിൽ 2 പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പീസ് ചെറുത്, അതായത് ആ തലേണൻ്റെ അതേ അളവിൽ നമ്മൾ തുമ്പിനുള്ളത് കൂട്ടിയിട്ടാണ് ഒരു പീസ് വെട്ടിയിട്ടുള്ളത്. ആ പീസിനെക്കാട്ടിലും ഒരു 7 ഇഞ്ച് കൂടുതലായിട്ട് വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തലേണൻ്റെ അളവിൽ ഒരു പീസ്, പിന്നെ അതിൽ 7 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു പീസും, അങ്ങനെ 2 പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പീസിൻ്റെ 2 പീസിൻ്റെയും വക്കടിക്കണം. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വക്കടിച്ചു കൊടുക്കുക. അതുപോലെ ഇത് നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെക്കുക. അതുപോലെ ഈ പീസിൻ്റെ നല്ല ഭാഗം, 2 നല്ല ഭാഗങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, വക്കടിക്കാത്ത ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കറക്റ്റ് ആക്കി വെക്കുക. ഇത് രണ്ടും ഇങ്ങനെ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഇവിടുന്ന് നീളം കൂടുതലുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസിനെ നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എത്രയാണോ നമ്മൾ തലേന്ന് അളവെടുത്തിട്ട് അത്ര ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനെ മുകളിലേക്ക് ആക്കുക. ഉണ്ടോ, ഇതിനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തു. ഈ ചെറിയ പീസിനെ ഇങ്ങനെ മുകളിലും വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇത് ഉള്ളിലേക്ക് മടക്കിയ ഭാഗത്തേക്ക് ഈ ചെറിയ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ അടിക്കുക. ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് തിരിക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് വെക്കുക. ഇവിടെ എത്തിയിട്ടും സൂചി കുത്തി നിർത്തുക. തിരിച്ചിട്ട് ഇങ്ങോട്ടും അതുപോലെ വെച്ച് വെക്കുക. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഈ മടക്കുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ വലിയ പീസിൻ്റെ മടക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പീസ്, ചെറിയ പീസ് മുകളിൽ വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ഈ 2 ഭാഗവും ഒരേ അളവല്ലേ നോക്കണം. അങ്ങനെ ഈ 2 സൈഡും ഒരേ അളവിലായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യുക, ഇതിങ്ങനെ മറിച്ചെടുക്കുക. ഉണ്ടോ, ഇങ്ങനെ മറിച്ചെടുത്താൽ ഇങ്ങനെ വരും. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിൻ്റെ കൂണുകളൊക്കെ അങ്ങനെ റെഡിയാക്കിയെടുക്കുക. ഉണ്ടോ, ഇതിപ്പോൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഉണ്ടോ, ഇതിനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഉണ്ടോ, അടിയത്തെ പീസിനെ ഈ വലിയ പീസ് ഇങ്ങനെ കവർ ചെയ്ത് വന്നു. ഇനി അതിന് ശേഷം നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒരടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കും വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ അത് ഇങ്ങനെ അടിച്ച് പോകുന്നുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്ച്ച് പോകുന്നുണ്ട്.
ഇനി ഇതിൻ്റെ എല്ലാ സൈഡിൽ കൂടെ ഇങ്ങനെ വലിച്ചു പോവുക. നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവനുസരിച്ച് 4 സൈഡിൽ വലിച്ചു പോവുക. ഇതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ തലയണ റെഡിയായി. കണ്ടോ, കടയിൽ നിന്ന് വാങ്ങണ അതേ രൂപത്തിൽ ഇതിൻ്റെ ഇത് കണ്ടോ കവർ ചെയ്ത് വന്നത്. ഈ തലയണ നമുക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ തലയണ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അത് കടയിൽ നിന്ന് വാങ്ങിക്കണ അതേ രൂപത്തിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം മറു സൈഡ് നമ്മൾ കവർ ചെയ്ത് കണ്ടുണ്ടോ, തലയണ കാണാത്ത രൂപത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഇത് തയ്ച്ച് നോക്കുക. നമ്മളെ വീട്ടിലൊക്കെ വേസ്റ്റ് തുണികളും അതുപോലെ ബെഡ്ഷീറ്റ്, പഴയ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവരും കടയിൽ നിന്ന് തലയണ വാങ്ങാതെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.